നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God's name be glorified. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവമക്കൾ ഒരുമിച്ച് ദൈവസേവയുടെ മുമ്പാകെ തിരുവചനമായി നിൽക്കുവാൻ വലിയവനാകും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I thank God for giving me another opportunity to stand before all of you with His word. വളരെ സന്തോഷമുണ്ട് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായി കഴിഞ്ഞതിന്. എൻ്റെ ഓരോരുത്തരെയും വലിയ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ചോദിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും പൂർണ്ണമായ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ചോദിച്ചുകൊള്ളുന്നു. I'm overjoyed to be standing here, and I'm standing here only because of your valuable prayers, and I request that you would continue to pray for us as a family. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. For this morning's time of meditation, I would like to read a passage. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Today I'd like to speak from the Gospel according to Mark chapter 12, verse 28 to 34. Verse 28 to 34. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നു കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നാകുന്നു. എൻ്റെ 28 മുതൽ 29 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. Yeah, and the passages that we just read is from Mark 12, verse 28 and 29. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു ന്യായശാസ്ത്രിയായ മനുഷ്യൻ കടന്നു ചോദിക്കുവാനിടയായി തീർന്നു. കർത്താവ് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. We know this context really well. It is when a scribe comes to the Lord Jesus and asks, which is the greatest commandment? യേശു അവനോട് പറയുകയാണ്, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമാകുന്ന കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. And so in verse 29 we see the answer to the question of which is the most important. It is to love the Lord with all your heart, with all your soul, and with all your mind, and with all your strength. ഇവിടെ ഞാൻ വായിക്കുമ്പോഴൊക്കെയും ന്യായശാസ്ത്രയെ കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. As I was reading this, I was thinking about the scribe who asked the question. എന്തുകൊണ്ടാണ് ഇവരെ ന്യായശാസ്ത്രി എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ വിളിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. Why are they called a scribe in the first place? ഇവരുടെ ജീവിതത്തിൽ ഒരു ന്യായവുമില്ലായിരുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു ന്യായമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരെ ന്യായശാസ്ത്രി എന്ന് വിളിക്കുന്നത്? ആ വിളിപ്പേരിൽ ഒരിക്കൽ പോലും യോഗ്യരല്ലാത്തവരായിരുന്നു ഇവർ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. When we look into scriptures, we see that none of these scribes had a faithful life. Although their questions might have seemed faithful, but they didn't have lives that reflected those questions. 12-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്നവരോട് ഉപമകളാൽ സംസാരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയും. When we look into the context, we see the Lord Jesus here speaking in parables. അപ്പോഴൊക്കെയും യേശു കർത്താവിന്റെ വാക്കുകൾ കേൾക്കാതെ അവനെ കുടുക്ക് ചോദ്യങ്ങളാൽ ചോദിച്ചുകൊണ്ട് അവനെ പരീക്ഷിക്കുവാനായി ഒരുങ്ങുന്ന ന്യായശാസ്ത്രിമാരെ നമുക്ക് കാണുവാനായി കഴിയും. And when we know this, that when they heard the parables, they didn't pay attention to the words of the Lord Jesus. Rather, their main intention was to trick him and ask him tricky questions. 12-ാം അധ്യായം അതിന്റെ 13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീക്ഷന്മാരും ഹെരോദ്യരും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു. And so when we go back to Mark 12 verse 13, it reads like this: they sent to him some of the Pharisees and some of the Herodians to trap him in his talk. 14-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ വന്ന്, ഗുരു, നീ മനുഷ്യരെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനുമെന്നും ഞങ്ങൾ അറിയുന്നു. And so here we read in verse 14 of chapter 12 a statement that these Pharisees make of, teacher, we know that you're true and do not care about anyone's opinion, for you are not swayed by appearances, but truly
teach the way of God. ഇവിടെ അവർക്ക് അറിയാമായിരുന്നു കർത്താവ് ആരാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്ന കർത്താവിനെ കുറിച്ച് അവർ പറയുകയാണ്, മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. And so here we see that what they said seemed to be true about the Lord Jesus. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നീ സത്യവാനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. And they also mentioned that they knew that he was true. മൂന്നാമത് പറയുന്നത്, നീ ആരെയും ഗണ്യമാക്കാത്തവനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. Thirdly, they also said that the Lord Jesus is someone who did not care about the opinions of other people. ഒന്നാമത്തെ സെന്റൻസിലോട് പറയുകയാണ്, നീ മനുഷ്യരെ മുഖം നോക്കാത്തവനാണ്, നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും. രണ്ടാമത് പറയുകയാണ്, നീ സത്യത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനുമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. So there are three things that we see over here that the Pharisees saying about the Lord Jesus. That one, he is true. The second, he does not care about others' opinions. And the third, he does not care about making appearances. ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ച് കർത്താവിനെ കുടുക്കുവാനായി, അവനെ പരീക്ഷിക്കുവാനായി അവന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കൂട്ടം പേരായിരുന്നു ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും സദൂക്യരും എന്ന് നമുക്ക് കാണുവാനായി കഴിയും. And so here are people, the Pharisees, Sadducees, and the scribes, who their main goal was just to trap the Lord Jesus in his words. താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് അവരുടെ കാപട്യം അറിഞ്ഞ്, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുമെന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. And so later in that passage we read the Lord Jesus responding in verse 15, knowing their hypocrisy, he said to them, why do you bring me to the test? അവിടെ നാം വായിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന വെള്ളിക്കാശ് സ്വരൂപവും കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് ആരുടേതാകുന്നു എന്ന് അവരോട് ചോദിച്ചു. കൈസറുടേതെന്ന് അവർ പറഞ്ഞു. And so we remember the story about the coin being held up and the Lord Jesus asking, to whom does this belong to? And they mentioned Caesar's. യേശു അവരോട് പറഞ്ഞു, ഈ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനിൽ വളരെ ആശ്ചര്യപ്പെട്ടു. And so in verse 17 the Lord Jesus says that we all remember, give to Caesar's what belongs to Caesar's, and to the Lord what belongs to the Lord. ഇങ്ങനെ അവർ എങ്ങനെയെങ്കിലും ദൈവത്തെ പരീക്ഷിക്കുവാനായി, ഒരു ചോദ്യങ്ങൾക്ക് ഒരു നല്ല ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ വലിയവനാകും ദൈവത്തെ കുടുക്കുവാനായി, അവനെ പരീക്ഷിക്കുവാനായി ശ്രമിക്കുന്ന ഒരു തലമുറയായിരുന്നു ന്യായശാസ്ത്രികൾ എന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And so we are reminded through all these questions that here are a group of people who only wanted to trap the Lord Jesus in what he was saying. അങ്ങനെ പല ചോദ്യങ്ങളും കർത്താവിനോട് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, ന്യായശാസ്ത്രിമാർ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യേശു കർത്താവേ, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതാകുന്നു എന്ന് അവനോട് ചോദിച്ചു. And so keeping this context in mind, when we come into verse 28, we see one of the scribes coming and asking the Lord Jesus, which is the most important commandment. കർത്താവ് അവനോട് പറയുകയാണ്, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമാകുന്ന കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. So we are reminded again the Lord Jesus' response. The most important commandment is to love the Lord with all that one has. ന്യായശാസ്ത്രയെ കുറിച്ച് കൂടുതൽ നാം പഠിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നത്, മോശയുടെ ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു ന്യായശാസ്ത്രിമാരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. And we know that scribes are those who learned from the law of Moses and taught it. ന്യായപ്രമാണം മനസ്സിലാക്കിയിരുന്ന, മോശയുടെ ന്യായപ്രമാണത്തെ അതേപടി അനുസരിച്ചിരുന്ന ആ മനുഷ്യരെ ദൈവം ന്യായപ്രമാണത്തെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. And so here you have the Lord Jesus reminding these well-studied people of what the most important command is. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നാം അവിടേക്ക് വരുമ്പോൾ കാണുവാനായി കഴിയും, അവിടെ ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. So when we go back to Exodus, we are reminded of that passage where the 10 commandments are given to Moses. അവിടെ നാം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-4 അവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായി കഴിയും. 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. And so we go back to Deuteronomy, not Exodus, Deuteronomy chapter 6 verse 4.
And it reads this: Hear, O Israel, the Lord our God, the Lord is one. You shall love the Lord your God with all your heart and soul, with all your mind. അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, നിന്റെ ദൈവമാകുന്ന യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. And that is what we read again in verse 5. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. In verse 6, the Lord reminds the people that these words should be in their heart. ഈ കൽപ്പനയെ നിനക്ക് അനുസരിക്കുവാനായി കഴിയുന്നു. നീ ഈ കൽപ്പനയെ പൂർണ്ണമായി അനുസരിക്കുവാനായി നിനക്ക് കഴിയുന്നുണ്ടോ? So the question is, were they able to obey these commandments wholeheartedly? യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്: ദൈവമാകുന്ന യഹോവയെ നീ സ്നേഹിക്കണം, അവന്റെ എല്ലാ വഴികളിലും നടക്കണം, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം, അവനോട് പറ്റിച്ചേർന്നിരിക്കണം എന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So a similar command can be found in the book of Joshua, chapter 22, verse 5. It reads like this: but what God told Joshua, only be very careful to observe the commandment and the law that Moses, the servant of the Lord, commanded you, to love the Lord your God, and to walk in all his ways, and to keep his commandments, to cling to him, and to serve him with all your heart and all your soul. ഒന്നാമത് പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ നിങ്ങൾക്ക് സ്നേഹിക്കുവാനായി കഴിയണം. നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ, മനുഷ്യനെ നിർമ്മിച്ച ആ വലിയവനാകുന്ന ദൈവത്തെ നിനക്ക് സ്നേഹിക്കുവാനായി കഴിയണം. So the first thing we are reminded is that we ought to love the Lord our God, the one who came into this world and gave his life for us. മാത്രമല്ല അവന്റെ വഴികൾ എല്ലാ വഴികളിലും അവനിൽ നടക്കുക എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. And secondly, we are reminded to walk in all his ways. അടുത്തത് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. And thirdly, we are commanded to keep his commandments. അവനോട് പറ്റിച്ചേർന്ന് നടക്കുവാനായി കഴിയണം. And finally, to cling to him and to serve him. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുവാനായി കഴിയണം. And we are to do all these things not half-heartedly, but with all our heart and with all our soul. നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ, നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കുവാനായി കഴിയണം. And so we are reminded that we have to love the one who came into this world for us with all our heart. അവന്റെ വഴികൾ നടക്കുവാനായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവന്റെ വഴിയിൽ അവനെ ആശ്രയിച്ച് നടക്കുവാനായി കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മെ നന്നായി നടത്തുവാൻ കഴിയുന്ന ഒരു വലിയവനാകും ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. And we are reminded that regardless of the situations that we face, that we are to love him and to walk in all his ways. 91-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. So when we come to the book of Psalms, Psalm 91, 91-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. And so here we are reminded in Psalm 91 verse 11 of the Lord who guards our ways, and it reads like this: for he will command his angels concerning you to guard you in all your ways. നിന്റെ വഴികളിൽ കാലുകൾ ഇടുമ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴുതി പോകേണ്ട അവസരങ്ങൾ വരുമ്പോഴും, പലപ്പോഴും നാം കാലുകളിൽ താഴേക്ക് വീണ നിമിഷങ്ങൾ വരുമ്പോഴും തന്റെ ദൂതന്മാരാൽ നമ്മെ കരുതുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We are reminded of the Lord our God who watches over us and protects us even when we think we are about to stumble. He is the one who commands his angels to guard our ways and to hold our feet up. അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. And in verse 14 it reads: because he holds fast to me in love, I will deliver him, I will protect him, because he knows my name. ഇവിടെ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് പറ്റിച്ചേർന്ന് നടക്കുവാനായി കഴിയണം. യോശുവയും മോശയും ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറ്റിച്ചേർന്ന് യാത്ര ചെയ്യുവാനായി കഴിഞ്ഞാൽ, സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. And so we are reminded of God telling the people of Israel that if they hold fast to him,
He will deliver them and protect them because they know His name. അതുകൊണ്ട് അവനെ നമുക്ക് സ്നേഹിക്കുവാനായി കഴിയണം, അവൻ എല്ലാ വഴികളിലും നടക്കുവാനായി കഴിയണം, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനായി കഴിയണം, അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുവാനായി നമുക്ക് കഴിയണം. So we are reminded again this morning that we have to love Him, we have to walk in all His ways and to keep all His commandments, to cling to Him and to serve Him with all our heart. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ന്യായശാസ്ത്രിയോട് വലിയവനാകുന്ന കർത്താവ് പറയുകയാണ്, ഇസ്രായേലേ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്, തന്റെ പൂർവ്വപിതാക്കന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ നാളുകൾ ദൈവം നിങ്ങളോട് പറയുവാനിടയായി തീർന്നു, നിങ്ങൾ എന്നെ മാത്രം സേവിക്കണം, ഞാൻ മാത്രമാണ് ഏകനായ ദൈവം, ഞാൻ മാത്രമാണ് ഏക കർത്താവ്. എന്നെ എങ്ങനെയാണ് സേവിക്കേണ്ടതിന്? എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടുകൂടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ പറയുവാനിടയായി തീർന്നു. So when we come back to Mark chapter 12, our original passage, the Lord Jesus is reminding the scribe of the fact that this is the same God who revealed Himself to their ancestors, of how God showed them how they ought to worship Him and love Him. അങ്ങനെ സ്നേഹിക്കുവാനായി കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നടത്തുവാൻ കഴിയുന്ന, നിങ്ങളെ അവിടുന്ന് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നിങ്ങളെ കരങ്ങൾ പരിപാലിക്കുവാനായി കഴിയുന്ന ഒരു ദൈവമാണ് എന്ന് ന്യായശാസ്ത്രിയോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. And so even the Lord Jesus was reminding the scribe that we ought to love the one who guards our ways and watches over us. നമുക്കറിയാം, ഇസ്രായേൽ പല ഭക്തന്മാരെ കുറിച്ച് നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയും. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും പൂർവ്വപിതാക്കന്മാരൊക്കെയും വലിയവനാകുന്ന ദൈവം അത്ഭുതമായി വഴി നടത്തുവാനിടയായി തീർന്നു. മോശയെ അത്ഭുതമായി ദൈവം വഴി നടത്തുവാനിടയായി തീർന്നു. ആ ദൈവത്തെ നിങ്ങൾ ഒരു നാളും മറന്നു പോകരുത് എന്ന് ന്യായശാസ്ത്രിയോട് വലിയവനാകുന്ന കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. And so the Lord Jesus continues to remind the scribe of, do not forget the ways that the Lord our God has walked with us and delivered us, looking back into all of the patriarchs' lives. ഹാനോക്കിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, ഹാനോക്ക് എല്ലാ വഴികളിലും നടക്കുവാനിടയായി തീർന്നു. അവൻ കർത്താവിന്റെ വഴികൾ, ദൈവത്തിന്റെ വഴികൾ അവൻ നടന്നപ്പോൾ അവനെ ദൈവം എടുത്തുകൊണ്ടതായി നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു. As an example, we are reminded of the life of Enoch, who walked with the Lord and the Lord took him to be with Him. അങ്ങനെ എത്രയോ നിമിഷങ്ങളിൽ വലിയവനാകും ദൈവം തന്റെ ഭക്തന്മാരെ അത്ഭുതമായി ദൈവം നടത്തുവാനിടയായി തീർന്നു. And so we are reminded of the different times in history of how the Lord was with His people and protected them. അടുത്ത ഭാഗം നാം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനായി കഴിയണം. And so in verse 30 of Mark chapter 12, we are reminded that we should love the Lord with all our heart. ഒന്ന്, നമ്മുടെ കർത്താവ് ഏക കർത്താവാകുന്നു. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനായി കഴിയണം. So number one, we are reminded that the Lord our God, He is one. And number two, we have to love Him. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേകം ദൈവങ്ങളെ കുറിച്ച് കാണുവാനായി കഴിയുന്നു. ആ ദൈവങ്ങൾക്കൊന്നും മനുഷ്യനെ സഹായിക്കുവാനായി കഴിയില്ല. ആ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയ്ക്ക് ത്വക്കുണ്ടെങ്കിലും സ്പർശനം അറിയാൻ കഴിയുന്നില്ല. അവയൊക്കെയും സഹായിക്കുവാൻ കഴിയാതെ കേവലം മൂഢവിഗ്രഹങ്ങളായി തീരുമ്പോൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, അവൻ ജീവനുള്ള ദൈവമാകുന്നുവെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. The Word of God is reminding us this morning the great privilege that we have the privilege and the opportunity to call upon the one living God. All other gods are but false idols. ഇന്ന് വാൽക്കാലവും നാം ദിവസത്തിലേക്ക് വന്നത് നമുക്ക് വേണ്ടി ജീവനെ നൽകുവാനായി നിത്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി ഗെത്സമന തോട്ടം മുതൽ കാൽവരി ക്രൂശോളം അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. So we remember that it is this one living God who came into this world, who suffered for us, who died and who has been risen from the dead. ആ ദൈവത്തെ കുറിച്ച് 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ കാണുവാനായി കഴിയുന്നു, നമ്മുടെ കർത്താവ് രാജാധിരാജാവ് ആണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായി കഴിയും. And so when we go into 1 Timothy, we are reminded by the Apostle Paul that the Lord Jesus, He is
King of all kings. അവിടെ എങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്? ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും. So this is 1 Timothy chapter 6 verse 15. It reads like this: which he will display at the proper time, he who is the blessed and only sovereign, the King of kings, the Lord of lords, who alone has immortality, who dwells in unapproachable light. ഈ ലോകത്തിൽ അനേക രാജാക്കന്മാരുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളൊക്കെ പലപ്പോഴും നമുക്കറിയാം, പഴയ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഈ രാജാക്കന്മാർ നിരവധി പേർ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഈ രാജാതിരാജാവെന്ന് വിളിച്ചില്ല. എന്നാൽ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ രാജാതിരാജാവ്. രാജാക്കന്മാരെ വാഴിക്കുന്നവൻ, ഭരണാധികാരികളെ വാഴിക്കുന്നവൻ, അവൻ നിത്യനായ ദൈവമാണ്. അവൻ മാത്രമാണ് രാജാതിരാജാവ് എന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. So Paul is reminding us that there have been many kings in all of history, but there is only one King of kings, and he is our Lord. അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, അവൻ കർത്താവാണ്. ഈ ലോകത്തിൽ കർത്തൃത്വം നടത്തുന്നവർ അനേകരുണ്ട്. ഈ ലോകത്തിൽ അനേകം ഭരണാധികാരികളുണ്ട്. എന്നാൽ കർത്താവായി ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ നാം സേവിക്കുന്ന നിത്യനായ ദൈവമാണ്. And it is the same thing with many lords in this world as well, but there is only one Lord of lords. അതുകൊണ്ടാണ് ന്യായശാസ്ത്രിയോട് വലിയവനാകുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ മാത്രമാണ് ഏകനായ ദൈവം, ഞാൻ മാത്രമാണ് ഏക കർത്താവ്. എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിനക്ക് സ്നേഹിക്കുവാനായി കഴിയുന്നുണ്ട്. And so this is what the Lord Jesus was telling the scribe in essence, that I am the only one living Lord and God, and so you must love me with all your heart. അങ്ങനെ നീ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ ആ സ്നേഹിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നിനക്ക് വേണ്ടി നൽകുകയാണ്. And so if you have not done that already, the Lord is giving you now an opportunity to start. 1 തീമോഥെയോസ് 6:16 വാക്യത്തിലും പറയുകയാണ്, താൻ മാത്രം അമൃത്യുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനുമായവൻ, ആരും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യ ബലവും ഉണ്ടാകട്ടെ. So verse 16 again reads like this: who alone has immortality, who dwells in unapproachable light, whom no one has ever seen or can see, to him be honor and eternal dominion. ദൈവത്തിനടുക്കിലേക്ക് വരുവാൻ നാം ഒരു യോഗ്യതയുമില്ലാത്തവരായിരുന്നു. മനുഷ്യരൊരിക്കലും അവന്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയില്ല. അവൻ അത്രത്തോളം വിശുദ്ധനാണ്. എന്നാൽ ആ ദൈവം സ്വർഗം വിട്ട് നമ്മെ വീണ്ടെടുക്കുവാനായി, സകല മാനവരാശിയും വീണ്ടെടുക്കുവാനായി ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. അവനെ കുറിച്ച് പറയുകയാണ്, അവൻ അമൃത്യുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായിരുന്നു. ആ ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നു. As we read all these passages, it reminds us of how great our Lord is and the greatness of his salvation towards us. മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നു. അവനെ കുറിച്ച് പറയുകയാണ്, ആ ദൈവത്തിന് മാത്രം ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. The one whom no one has seen or can see is the one who came into this world. And so the Apostle Paul reminds us that honor and eternal dominion belongs only to the Lord Jesus. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ മാത്രമാണ് രാജാതിരാജാവ്, അവൻ മാത്രമാണ് നിത്യനായ ദൈവം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. So even passages in the book of Revelation chapter 17 and other chapters remind us who the Lord is, that he is Lord of lords and King of kings. 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, രാജാതിരാജാവും കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. And so we read that in Revelation 19 of who the Lord is, and that it was written on their clothes. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കർത്താവ് ദൈവത്തെ കുറിച്ച് ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്, അവൻ ഉന്നതനായ ദൈവമാണ്, അവൻ വലിയവനാകുന്ന ദൈവമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണുവാനായി കഴിയും. And that is what we read in 1 Thessalonians as well. Sorry, 1 Chronicles 16. 1 Chronicles chapter 16 verse 14 and 15.
അവിടെ നമുക്ക് വ്യക്തമായി അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവനല്ലോ നമ്മുടെ ദൈവമാകുന്ന യഹോവ, അവൻ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. And it reminds us that He alone is God, and His judgments are true, and that we have to be mindful of His covenant. അവന്റെ വചനത്തെ കുറിച്ച് പറയുന്നത്, അവന്റെ ന്യായവിധികളെ കുറിച്ച് പറയുകയാണ്, അവന്റെ കരുണയെ കുറിച്ച് പറയുകയാണ്. 1000 തലമുറയോളം കരുണ കാണിക്കുന്ന, 1000 തലമുറയോളം ദയ കാണിക്കുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. And the writer of Chronicles is reminding us that the God whom we serve extends mercy to generation upon generation. 1 പത്രോസ് 1-8-9 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ ഓരോ പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായി ഇങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. പത്രോസ് 1-8-9. So can we turn to 1 Peter chapter 1 verse 8 and 9. അവിടെ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ടും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുമുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. So the Apostle Peter in this familiar passage is reminding us that though we do not see him, we believe in him, and we rejoice with a joy that is inexpressible and filled with glory. പത്രോസ് തന്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ പറയുന്ന ഒരു കെട്ടുകഥയല്ല, ഞങ്ങൾ പറയുന്ന ഒരു ചെറിയ കഥകളല്ല, പിന്നെയോ ഞങ്ങൾ അവനെ കണ്ടതാണ്, സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ അവനെ കാണുവാനിടയായി തീർന്നു. And so the Apostle Peter is saying that what we are mentioning here are not lies or made up stories, but we have truly seen him. കർത്താവാകുന്ന യേശു കർത്താവ് ഞങ്ങളുടെ അടുക്കിലേക്ക് വരുവാനിടയായി തീർന്നു. മാത്രമല്ല അവൻ തേജസ്സുള്ളവനായി ഞങ്ങൾ അവനെ കാണുവാനിടയായി തീർന്നു. Not only did we see the Lord Jesus, but we saw him in his glory. താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അതിന്റെ 1-8 വാക്യം, ഞങ്ങൾ അവനെ കണ്ടിരുന്നു, എന്നാൽ നിങ്ങളോ അവനെ കണ്ടില്ല. ഞങ്ങൾ അവനോടുകൂടെ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അവന്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടവരായിരുന്നു. അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ അവനെ കണ്ടവരായിരുന്നു. അവനെ ക്രൂശിക്കുവാനായി ഒരുങ്ങുമ്പോഴും അവൻ ഉയർക്കപ്പെട്ടവനായി തീർന്നപ്പോഴും ഞങ്ങൾ ആ കർത്താവിനെ കാണുവാനിടയായി തീർന്നു. And so in essence what Peter is saying is, we have seen him, we have seen all his great works, and we have seen the crucified Lord Jesus. എന്നാൽ നിങ്ങളോ കാണാതെ അവനെ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് ക്രൂശിക്കപ്പെട്ട കർത്താവ് ഉയർക്കപ്പെട്ടവനായി തീർന്ന് തോമസിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ തോമസ് കർത്താവിനെ ആദ്യം കാണുവാനായി കഴിയില്ല. ശിഷ്യന്മാരോട് അവനോട് കൂടെയുള്ളവരോട് പറയുവാനിടയായി തീർന്നു, ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ ഞാൻ അവനെ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. And so when we read this passage again in 1 Peter, we are reminded of Thomas who doubted the risen Lord Jesus. എന്നാൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ കർത്താവ് 20-28 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവന്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, നീ നിന്റെ കരങ്ങൾ നീട്ടി എന്റെ വിലാപുരത്തേക്ക് കൈയിടുക എന്ന് പറയുമ്പോൾ തോമസ് അവനോട് പറയുകയാണ്, എന്റെ ദൈവവും കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു തോമസിനേക്കാൾ നമുക്ക് കാണുവാനായി കഴിയും. And so when we go into the gospel according to John chapter 20, we are reminded of how the Lord Jesus responds to the doubtful Thomas, that he mercifully asks him to put his hands and his fingers on his flesh so that he will believe. കർത്താവിനെ തിരുത്തിയില്ല, കാരണം കർത്താവ് ദൈവമായിരുന്നവൻ ദൈവത്തിന് സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ജീവനെ നൽകുവാൻ, നമുക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ, നമുക്ക് വേണ്ടി ചങ്കല ചോര നൽകുവാൻ, നമുക്ക് ജീവനെ നൽകുവാനായി ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരുവാനിടയായി തീർന്നു. So here the Lord Jesus is reminding Thomas that at that time that he was risen and full of glory, and that he is God, and that he is the one who has saved him.
പത്രോസിന് 1-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷവും കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. അടുത്ത വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, വ്യർത്ഥവും പിതൃഭാരവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. And so in 1 Peter, in that passage, Peter is reminding the church that they were bought with precious blood of the Lamb and not with anything that is corruptible, and so they have to be holy just as the Lord is. ഇന്ന് പൽക്കാലം ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ തിരുമേശയിൽ നമുക്ക് ഭാഗവാക്കുവാനായി കഴിഞ്ഞു. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മൂലവുമായ കുഞ്ഞാടിന്റെ ആ വിലയേറിയ രക്തം കൊണ്ടത്രേ ആ കർത്താവിനെ അറിയുവാൻ, അവന്റെ അടുക്കിലേക്ക് വരുവാൻ, അവനെ അഭാപിതാവേ എന്ന് വിളിക്കുവാൻ, അവൻ മാത്രമാണ് കർത്താവ് എന്ന് വിളിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയണം. So with grateful hearts, as we continue to sit here, let us remember the great opportunity that we had to draw near to this living God and to partake from the table in remembrance of Him. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം എപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. And so we go back to that familiar passage of Philippians chapter 2, where it reminds us that the Apostle Paul is reminding us of how the Lord Jesus, though he was in the form of God, emptied himself for each one of us. 9-10 വാക്യങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവാകും ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. And so because of what the Lord Jesus has done, we read in verse 9 that God has highly exalted the Lord Jesus and bestowed on him that a name that is above every other name. 11-ാം വാക്യത്തിൽ അവസാനമായി പറയുകയാണ്, യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ്, യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവാകും ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാവരും ഏറ്റുപറയുകയും ചെയ്യുമെന്ന് ഇവിടെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. And in verse 11, the Apostle Paul mentions that one day every tongue will confess that Jesus Christ is Lord. അതുകൊണ്ട് എന്തുകൊണ്ട് ആ മുഖ്യ കൽപ്പന ഏതാണ് എന്ന് ന്യായശാസ്ത്രം ചോദിക്കുമ്പോൾ കർത്താവ് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ മാത്രമാണ് നിത്യനായ ദൈവം, ഞാൻ മാത്രമാണ് കർത്താവ്. ഇസ്രായേലേ, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ നിനക്ക് സ്നേഹിക്കുവാനായി കഴിയണം. And so going back to the passage of the scribe, we are reminded that the Lord Jesus alone is Lord, and we have to love him with all our heart, soul, mind and strength. നമുക്കറിയാം, മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് കർത്താവ് ദൈവം 10 കൽപ്പനകൾ അവനോട് പറയുകയാണ്. ഈ 10 കൽപ്പനയും ഒരു കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. ദൈവം പറയുകയാണ്, നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ നിനക്ക് സ്നേഹിക്കുവാനായിരിക്കണം. ഈ 10 കൽപ്പനകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. And so we are reminded that this one greatest commandment is a summary of all the 10 commandments that God gave Moses on Mount Sinai. അങ്ങനെ സ്നേഹിക്കുവാനായി കഴിയുന്നതിന് ദൈവത്തെ മറന്നു പോകുവാനായി കഴിയില്ല. അങ്ങനെ സ്നേഹിക്കുവാനായി കഴിയുന്നതിന് വിഗ്രഹത്തിന്റെ അടുക്കിലേക്ക് പോകുവാനായി കഴിയില്ല. ഞാനല്ലാതെ ഒരു അന്യദൈവങ്ങൾ നിങ്ങൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുവാനായി കഴിയും. And so if we are able to love the Lord in this way, then the Lord will be with us and protect us and help us not to fall into worship of any other idols. നമുക്കറിയാം, ഈ ലോകത്തിൽ നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ ദൈവത്തെ അറിയുവാൻ കഴിയാതെ നിത്യമായ ദൈവ സ്നേഹത്തെ മറന്നുകൊണ്ട് ലോകമോഹങ്ങളിൽ അനേകർ ജീവിക്കുമ്പോൾ ഈ ദൈവത്തെ അറിയുവാൻ കഴിയാതെ മറ്റ് മൂഢവിഗ്രഹങ്ങളിലേക്ക്, മൂഢദൈവങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ, അവനെ അനുഗമിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഇത്ര വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയതോർത്തുകൊണ്ട് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കുവാനായി കഴിയണം. What a great privilege it is to remember that we have that opportunity to call upon the name of the one true living God when many around us do not.
അടുത്ത ഭാഗത്ത് അതിൻ്റെ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന് 31-ാം വാക്യത്തിൽ പറയുകയാണ്, രണ്ടാമത് അവനോട് കർത്താവ് പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നത്രേ, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. And so we move on to Mark 12 verse 31. The second is this. Lord Jesus says, you shall love your neighbor as yourself. There is no other commandment greater than these. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുവാനായി. കൂട്ടുകാരനെ ആ കർത്താവായ യേശു കർത്താവ് നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചത്, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ എങ്ങനെയാണ് സ്നേഹിച്ചത്, അതേപോലെ ദൈവം നമ്മെ സ്നേഹിക്കുവാനായി നമ്മെ സ്നേഹിതരാക്കുവാൻ വേണ്ടി പിതാവാകും ദൈവം തന്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. നമ്മെ സ്നേഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിതരാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി അവസാനത്തിൽ രക്തവും അവൻ നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. And so in verse 31 we are reminded that the Lord Jesus himself gives us an example of how we ought to love one another, that we have to remember the love on the cross, and that should encourage us to love our neighbors. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായി കഴിയും ഒരു സ്നേഹിതൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് വ്യക്തമായി അവിടെ മനസ്സിലാക്കുവാനായി കഴിയും. Let's read John 15 verse 10. അവിടെ എങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. And so the Lord Jesus is mentioning that to his disciples, if you keep my commandments, you will abide in my love, just as I've kept my Father's commandments and abide in his love. These things I've spoken to you, that my joy may be in you and that your joy may be full. 12-13 വാക്യങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. And verse 12, the Lord Jesus says, you have to love one another the same way I have loved you. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. And in verse 13 the Lord Jesus continues to say that there is no greater love than when a friend lays down his life for his fellow friends. സ്നേഹിതന്മാർക്ക് വേണ്ടി നമുക്ക് ജീവനെ കൊടുക്കുവാനായി കഴിയുമോ? ചിലപ്പോൾ എന്തെങ്കിലും കടമ കാര്യങ്ങളൊക്കെ വരും, ചിലപ്പോൾ പൈസയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ജോഷിനെ പോലുള്ളവരൊക്കെ തരുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മേടിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായി കഴിയും. എന്നാൽ നമുക്ക് വേണ്ടി ജീവനെ നൽകുവാനായി ഒരു സ്നേഹിതന് കഴിയുമോ? The question is, how much will a friend be able to sacrifice for his fellow friends when it comes to financial things maybe, but would that friend give up his own life for the other? ഇപ്പോൾ ജോഷിന് വേണ്ടി എനിക്ക് ജീവനെ നൽകുവാനായി ആർക്കും ഒരു മനുഷ്യർക്കും മറ്റൊരു മനുഷ്യന് വേണ്ടി ജീവനെ കൊടുക്കുവാനായി കഴിയില്ല. സ്വന്തമെന്ന് കരുതുന്നവർ ഒരു പക്ഷേ എനിക്ക് വേണ്ടി മരിക്കുമോ, എനിക്ക് വേണ്ടി നിനക്ക് മരിക്കുവാൻ കഴിയുമോ, എനിക്ക് വേണ്ടി നിനക്ക് ജീവനെ നൽകുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കില്ല. നിന്റെ ജീവൻ നഷ്ടപ്പെടുന്നവരെ ഒരു പക്ഷേ ഞാൻ കാണാം, എന്നാൽ എനിക്ക് നിനക്ക് ജീവനെ നൽകുവാനായി നിനക്ക് പകരം മരിക്കുവാനായി എനിക്ക് കഴിയില്ല എന്ന് പറയുവാൻ കഴിയും. And that's the question we ask ourselves, is there anyone that we know of in our lives who will actually lay down their lives for us? എന്നാൽ സ്നേഹിതന്മാർക്ക് വേണ്ടി നമ്മെ സ്നേഹിതനാക്കുവാൻ വേണ്ടി ജീവനെ നൽകുവാനായി ഒരുവൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അവൻ സകലമാനവനെ ആശിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു. And so at this time again we remember the one who did lay down his life for us, the Lord Jesus Christ. ആദ്യ മനുഷ്യന്റെ പാപം സകല മാനവരാശിയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ, സകല മനുഷ്യരും പാപികളായി തീർന്നപ്പോൾ, നിത്യമായ സ്വർഗം അവൾ എന്നേക്കുമായി അന്യമായി തീർന്നപ്പോൾ, ആ നിത്യമായ സ്വർഗം നൽകുവാൻ, നിത്യമായ ജീവനെ നൽകുവാൻ, നമ്മെ സ്നേഹിതനാക്കുവാനായി ഈ ഭൂമിയിലേക്ക് നമ്മുടെ വലിയവനാകുന്ന കർത്താവ് വരുവാനിടയായി തീർന്നു. And we remember the Lord Jesus who sacrificed everything to die for us and to give us eternal life. പാപം വരുത്തിട്ടും പാപിയായ മനുഷ്യനെ സ്നേഹിച്ചു അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകുവാനിടയായി തീർന്നു. The Lord Jesus who loved us while we were yet sinners and died for our sin. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. And so that is why we read in verse 13, the Lord Jesus says, greater love has no one than to lay down his life for his friend. മാത്രമല്ല കർത്താവ് പറയുവാനിടയായി തീർന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. And we are reminded of that
passage in the same chapter, the Lord saying that He is our good shepherd, and He is a shepherd who laid down His life for His sheep. നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകി നമ്മെ സ്നേഹിതനാക്കി തീർത്ത ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. So we remember that we call upon and we serve our greater friend who laid down his life for us. അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് വേണ്ടി ജീവനെ നൽകിയ നമ്മെ സ്നേഹിതനാക്കി തീർത്ത ആ വലിയവനാകുന്ന കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമുക്ക് തിരിച്ചു സ്നേഹിക്കുവാനായി കഴിയുന്നുണ്ടോ? And so we have to ask ourselves this question: how do we respond to the love of this great friend? Are we able to love him back with our whole heart, soul, mind and strength? നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നമുക്ക് ദൈവത്തിലേക്ക് വരുവാൻ ലഭിക്കുന്ന നിമിഷങ്ങൾ ഒക്കെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവനെ സ്നേഹിക്കുവാനായി കഴിയണം. ദൈവമേ, എനിക്ക് വേണ്ടി ജീവനെ നൽകിയ, എന്നെ സ്നേഹിതനാക്കി തീർത്ത, എനിക്ക് വേണ്ടി നിത്യമായ സ്വർഗം എനിക്ക് വേണ്ടി നൽകിയ, നിത്യമായ ജീവൻ എനിക്ക് വേണ്ടി നൽകിയ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടുകൂടെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് ഹൃദയത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പറയുവാനായി കഴിയണം. Whenever we have opportunities to serve Him or to go into His presence, are we reminded of His great love as we continue in this life? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു, നമ്മുടെ കർത്താവ്, അവൻ ഏക കർത്താവാകുന്ന ദൈവം, അവൻ ആരാണ് എന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുന്നതായി കാണുവാനായി കഴിയുന്നു. 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവാകുന്ന ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആകും. And to remind us of this great love, can we read Revelation 1 verse 6? It reads like this: To Him who loves us and has freed us from our sins by His blood and made us a kingdom priest to His God and Father, to Him be glory, dominion forever and ever. അവൻ നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവാകുന്ന ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. ആ കർത്താവിന് എന്നേക്കും മഹത്വവും ബലവും. അവൻ മാത്രമാണ് മഹത്വത്തിന് യോഗ്യനായ ദൈവം, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അവൻ മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യനായ ദൈവം. അവന് സകല മഹത്വവും ബലവും നമുക്ക് നൽകുവാനായി കഴിയണം. And so we are reminded that we have to give Him all the glory, the one who loves us and who forgave us of our sins and has given us a kingdom that is eternal. അതിന് താഴോട്ട് വായിക്കുമ്പോൾ 7-8 വാക്യം പറയുകയാണ്: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. 8-ാം വാക്യത്തിൽ പറയുകയാണ്: ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമാകുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. And all these verses are reminding us of who our Lord is, that He is Alpha and Omega, that He is worthy of all glory and that He is coming soon with the clouds. ന്യായശാസ്ത്രിയോട് കർത്താവ് പറയുകയാണ്: ഞാൻ മാത്രമാണ് കർത്താവ്, ഇസ്രായേലിൽ കേൾക്കുക, നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏകർത്താവ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്? ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമാകുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. And that is what we go back to Mark chapter 12, where the Lord Jesus mentions to the scribe that He alone is Lord, and that all glory and honor and worship belongs to Him alone. നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. അവൻ നമ്മെ ചേർക്കുവാനായി വരുന്ന, നമ്മെ വീണ്ടും ചേർക്കുവാനായി അവന്റെ അടുക്കിലേക്ക് നമ്മെ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയവനാകുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. Our God is a great God, and it is beautiful to remember that He is coming back and He will seat us with Himself. ഇവിടെ നമ്മോട് പറയുകയാണ്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് ചോദിച്ചാൽ നിന്റെ കർത്താവ് മാത്രമാണ് ഏക കർത്താവ്, അവൻ മാത്രമാണ് ഏകദൈവം. ഈ ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളില്ല. ആ ദൈവങ്ങളൊക്കെ ഈ ഭൂമിയിൽ കൊണ്ട് അവസാനിക്കുമ്പോൾ സകലത്തിനും മേലായ നാമുള്ളവൻ, സകലത്തിനും കാരണഭൂതനായ ദൈവം, ഇല്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വേർതിരിച്ച ഒരു വലിയവനാകും ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve the one true living God, and that is what the Lord Jesus is reminding the scribe, that all other gods are false
false idols. We believe in the one true God who is creator and the one who is coming back. അവനെ അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ, അവന്റെ അടുക്കിലേക്ക് വരുവാൻ, അവനെ പൂർണ്ണഹൃദയത്തോടുകൂടെ സേവിക്കുവാൻ, പൂർണ്ണഹൃദയത്തോടുകൂടെ അവനെ സ്നേഹിക്കുവാനായി ഭാഗ്യം ലഭിച്ച നാം എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ്. And how privileged are we that yet again that we can call him Abba Father, the one true living God and creator. മാത്രമല്ല നമ്മെ സ്നേഹിതനാക്കുവാനായി സ്വർഗം വിട്ട് പിതാവാകും ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. And we serve the Lord Jesus, who made us friends when we were enemies. We remember that he is the one who left everything above to love us and to give us eternal life. ശാസ്ത്രി അവനോട് പറയുകയാണ്, 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ശാസ്ത്രി അവനോട്, ഗുരു നീ പറഞ്ഞ സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. And so the scribe in verse 32 of Mark 12 responds by saying, "You are right, teacher. You have truly said that he is one, there is no one other besides him." വളരെ ബുദ്ധിയോടുകൂടി അവൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഏകനേ ഉള്ളൂ, അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അങ്ങ് മാത്രമാണ് ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് ആ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്. And so the scribe is for once honestly responding to the Lord Jesus by accepting what the Lord Jesus said. മാത്രമല്ല കർത്താവിനോട് അവൻ പറയുകയാണ്, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമയാഗങ്ങളെക്കാളും യാഗങ്ങളിലേക്കും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. And the scribe adds on to that of his understanding that to love God and to love one's neighbor is greater than all the burnt offerings and sacrifices. 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവിനോട് പറയുകയാണ്, അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവനോട് ആരും ഒന്നും ചോദിക്കുവാനായി തുനിഞ്ഞില്ല. And so when we move on to verse 34, the Lord Jesus sees that the scribe has answered wisely, and he responds to the scribe by saying, "You're not far from the kingdom of God." അവനോട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ നീ മാത്രമാണ് ദൈവം, നീ അല്ലാതെ മറ്റൊരുത്തനുമില്ല, നിന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്തൊരു ദൈവം, നിന്നിൽ അഭയം കണ്ടെത്തുന്നവരെ ഒരു നാൾ ഉപേക്ഷിക്കാത്തൊരു ദൈവം, അങ്ങ് മാത്രമാണ് എന്ന് ന്യായശാസ്ത്രി അവനോട് ബുദ്ധിയോടുകൂടെ പറയുകയാണ്. So the scribe answered wisely by acknowledging who God is and his character. ദൈവത്തെ അറിയുവാനായി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുവാനായി കഴിഞ്ഞാൽ, ദൈവത്തെ അനുസരിക്കുവാനായി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാനായി കഴിഞ്ഞാൽ, ദൈവത്തെ അറിയുവാനായി കഴിഞ്ഞാൽ, അവൻ ഒരു നാളും ദൈവരാജ്യത്തിൽ അകന്നവനല്ല എന്ന് ആ മനുഷ്യനോട് കർത്താവ് മറുപടി പറയുകയാണ്. The Lord Jesus is reminding the scribe that if he is able to love the Lord and to walk in his ways and to keep all his commandments, that he is not far from the kingdom of God. ദൈവത്തെക്കുറിച്ച് അറിയുവാനായി കഴിഞ്ഞാൽ, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പൂർണ്ണമായി ദൈവം മാത്രമാണ് കർത്താവ് എന്ന് പറയുവാനായി കഴിയണം. പൂർണ്ണമായും ആ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവനെ സ്നേഹിക്കുവാനായി കഴിയണം. And so this person has to love the Lord with all that he has and to obey him. എബ്രായ ലേഖനം 4-ാം അധ്യായം 4-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. എബ്രായ ലേഖനം 4-ാം അധ്യായം, Hebrews chapter 4. 4-ാം അധ്യായം അവിടെ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. And so in Hebrews chapter 4 we are reminded of the Lord Jesus, who is our great high priest. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നാം അവിടെ വായിക്കുമ്പോഴും കാണുവാനായി കഴിയും. അവിടെ എങ്ങനെയാണ് പറയുന്നത്, ആകയാൽ ദൈവപുത്രനാകുന്ന യേശു ആകാശത്തിലേക്ക് കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. And so this is the passage that we are currently studying, and it reminds us that we have a high priest who sympathizes with us. നമ്മുടെ കർത്താവ് അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. And so we are reminded that we have a great high priest, and so because of that
we are commanded to hold fast to our confession. 15-ാം വാക്യത്തിൽ പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. അവൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്? പാവമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. We are reminded that this great high priest not only has not committed any sin, but he sympathizes with our weaknesses. ലോകത്തിൽ ആർക്കും അവനെ പരീക്ഷിക്കുവാനായി കഴിയില്ല. സാത്താൻ സൃഷ്ടാവാകും ദൈവത്തെ ഒരിക്കലും സൃഷ്ടികൾക്ക് പരീക്ഷിക്കുവാനായി കഴിയില്ല. സാത്താൻ പോലും അവനെ പരീക്ഷിക്കുവാനായി വന്നു. അവിടെയും വചനം പറഞ്ഞ് അവനെ പരാജയപ്പെടുത്തുന്ന ഒരു വലിയവനായ ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും. We remember how the Lord Jesus overcame the temptations of the evil one, but we are remembering that he is one who did not subject himself to sin. നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കണം, നിന്റെ ദൈവത്തെ മാത്രം സേവിക്കണമെന്ന് പറയുന്ന ഒരു വലിയവനാകുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. And even during those temptations, we are reminded of how the Lord Jesus overcame those temptations by holding fast to his confession that there is only one God. ഇവിടെ ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും സദൂക്യരും അവനെ കുടുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവനെ പരീക്ഷിക്കുവാനായി വരുമ്പോൾ അവർക്ക് വേണ്ടി വലിയവനായ ദൈവം അവർക്ക് വേണ്ടി വ്യക്തമായി സംസാരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. And so here we have the Lord Jesus again overcoming the questions of those who are trying to trap him by holding fast to his belief that his Father is one and the only living God. എബ്രായലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിന് കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. And so verse 16, the writer of Hebrews is encouraging each one of us that we should draw in confidence to the throne of grace that we may receive mercy and find grace in time of need. ധൈര്യത്തോടുകൂടി അവന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ദൈവമേ എന്നെ വീണ്ടെടുത്ത് ഓർത്തുകൊണ്ട്, എന്നെ സ്നേഹിച്ചത് ഓർത്തുകൊണ്ട്, എന്നെ സ്നേഹിതനാക്കി തീർത്ത ആ വലിയ സ്നേഹം ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടെ അവനെ നമുക്ക് സ്തുതിക്കുവാനായി കഴിയണം. So always let us draw near to that throne of grace, remembering what the Lord Jesus has done for us. വേദഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവ് അവന്റെ ചോദ്യത്തിന് മറുപടിയായി എല്ലാറ്റിനും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഒന്നാമവനോട് പറയുകയാണ്, ഞാൻ മാത്രമാണ് ഏക കർത്താവ്. And so going back to our passage, we remember that the Lord our God, he is one and there is no other. ഇന്ന് പൽക്കാലം ദൈവസ്വനായിരിക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനുള്ളത്, നമ്മുടെ ദൈവമാണ് ഏക കർത്താവ്. അവന്റെ അടുക്കിലേക്ക് വരുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ, അവന് സകല മഹത്വവും പുകഴ്ചയും അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനാകുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നോർത്തുകൊണ്ട് നന്ദിയോടുകൂടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനായി കഴിയണം. And that is what the Holy Spirit is reminding us from his word, that we have the great privilege of calling upon the name of the one true living God. എബ്രായലേഖനത്തിൽ നാം പഠിക്കുന്ന ഇങ്ങനെയാണ്, അവൻ എല്ലാറ്റിനേക്കാളും ഉന്നതനായ ദൈവമാണ്. ദൂതന്മാരെക്കാളും മോശയെക്കാളും യാഗങ്ങളെക്കാളും എല്ലാറ്റിലും ഉന്നതനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. And that is what the writer of Hebrews has been reminding us, is that he is greater than everything and everyone. അതുകൊണ്ട് നിന്റെ ദൈവമാകുന്ന കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിനക്ക് സ്നേഹിക്കുവാനായി കഴിയണം. And the Holy Spirit is reminding us of what our response should be to this one true God, that we should love him with our heart, soul, mind and strength. മറ്റൊരു ഭാഗത്ത് വായിക്കുമ്പോൾ കാണുവാനായി അവരെ ന്യായശാസ്ത്രികളെ പോലെയോ അവരെ സദൂക്യന്മാരെ പോലെയോ ഒന്നുമല്ല ദൈവം സംസാരിച്ചത്. യേശു കർത്താവ് അധികാരമുള്ളവനായിട്ടായിരുന്നു അവരോട് സംസാരിച്ചെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. And we know that the Lord Jesus is speaking these things in an authority that no one else had. നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനായി കഴിയുന്നുണ്ടോ? പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുവാനായി കഴിയുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുവാനായി കഴിഞ്ഞാൽ നീ ദൈവരാജ്യത്തിന് അകന്നവനല്ല, ദൈവത്തോട് അടുക്കുന്നവനായി തീരുവാനായി കഴിയും. So the question is, are you able to love the Lord with all your heart, soul, mind and strength?
ഒരു കൂട്ടുകാരൻ എങ്ങനെയാണോ മറ്റൊരു കൂട്ടുകാരനെ സ്നേഹിച്ചത്, അതേപോലെ നമ്മെ സ്നേഹിക്കുവാനിടയായി തീർന്നു. അതിലുപരിയായി ജീവനെ നൽകുവാനായി, ഒരു സ്നേഹത്തിന് ജീവനെ നൽകി അവനെ വീണ്ടെടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വരുവാനിടയായി തീർന്നു. And so the second commandment reminds us, second greatest commandment reminds us of how the Lord Jesus Christ loved us and He gave His life for us. അതുകൊണ്ട് ആ കർത്താവിനെ മാത്രം ജോഷുവ പറയുന്നത് പോലെ ആ കർത്താവിനെ മാത്രം സേവിക്കുവാനായി നമുക്ക് കഴിഞ്ഞാൽ, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അനുഗമിക്കുവാനായി കഴിഞ്ഞാൽ നിത്യമായി നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. And so in the words of Joshua, as families, let us continue to serve Him and walk in His ways, remembering that He is the one who guards our ways and watches over us. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു. അവിടെ കർത്താവ് ഉയർക്കപ്പെട്ടവനായി തന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ എടുക്കണമെന്ന് ചോദിക്കുകയാണ്. നീ എല്ലാവിലെ കാര്യമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു. And on the subject of love, we come to John chapter 21, where we remember the Lord Jesus asking the Apostle Peter if he loves him, and if he loves him above all things. And that is the question that we have to answer this morning as well. ഒരിക്കലും അവൻ കർത്താവിനോട് പറഞ്ഞു, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല, നിനക്ക് വേണ്ടി മരിക്കുവാനും ഞാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കർത്താവിനോട് പറയുവാനിടയായി. എന്നാൽ കർത്താവ് പറയുകയാണ്, കോഴി കൂവുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവാനിടയായി. And this is the same Peter whom we remember, who said that he would never forsake the Lord Jesus, but we know that in the hour of need for the Lord Jesus, he forsook him. അതൊരു പക്ഷേ അവൻ ഓർത്ത് കാണാൻ പറയുന്ന, കർത്താവേ, നീ സകലവും അറിയും, നമ്മെ കുറിച്ച് സകലവും അറിയുന്ന, നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. And so that would have prompted his answer in John 21, where Peter says, you know everything. And so let us keep this in mind as well, that the Lord knows what is in our hearts, and if we love Him above all else. അതുകൊണ്ട് ഏകകർത്താവാകുന്ന ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ വിശ്വാസത്തോടുകൂടെ നമ്മുടെ കാലുകളെ മുൻപോട്ട് വയ്ക്കാം. ദൈവവനെ തുരയിക്കൊണ്ട് അവന്റെ വരവിന് വേണ്ടി വരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. And so as we are here, let us remember that we serve the one true living God, and our response to Him this morning and going forward is to love Him with all our heart, mind, strength and soul. I humbly conclude my message by requesting all of your prayers for myself and the family. Let's pray. Blessed Father who art in heaven, we humbly and boldly approach your throne of grace as the church, as one family and individuals. O Lord, we thank you so much for who you are and for this beautiful day that you've given us to gather in your presence, O Lord. As we have read from your word, we once again confess and acknowledge you alone are God, there is no other. We believe that you are the one who made the heavens and the earth. We believe that you are the Holy One of Israel, the God of Abraham, Isaac and Jacob. We thank you so much, blessed Father, that you have added us Gentiles into your family, Lord. Thank you for reminding us that you are one and that you have loved us greatly. Thank you for reminding us of the love that you have shown us through your Son, the Lord Jesus Christ. Thank you so much for your great salvation. Lord, as we were hearing, Lord, we thank you for Brother Sharon, and we thank you for helping him to remind us to evaluate our lives, Lord, and to truly ask ourselves if we love you more than we love anything else in our lives, Lord. God, you know it, Lord. You know our hearts, you know everything. You know if we have loved our spouses, our children, our jobs, money. You know if we have loved these things more than you. And we humbly confess our sins, Lord, and our shortcomings in your presence. Our desire, O Lord, is to love you more than anyone and everything, Lord. Please give us the grace to love your Son, the Lord Jesus, more than anyone and everything in the days ahead, O Lord. Thank you for hearing our prayer. We ask for your blessing over our church and for each one of us, O Lord, that in the coming days, until the coming of your Son, please help us to obey these commands, O Lord, to cling to you, to walk as families and as individuals, O Lord, keeping your commandments. We need your help, we need your grace.
Thank you for the forgiveness of our many trespasses. Thank you for your blessings over us. Thank you for hearing our prayer. We as always, we end our prayer by saying, come, Lord Jesus, come soon and take us to be with you, Lord. Thank you for the peace that this land is enjoying, Lord, when many nations around the world are suffering with war and hunger. Thank you for all the material blessings that you've given us, Lord. Thank you for everything, God. Thank you for all the benefits. We love you, Lord. In Jesus' name we humbly pray. Amen.